ദേവികുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുമ്പാകെ എത്തിയാണ് എ രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്ത് ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും ദേവികുളം മണ്ഡലം അതിനൊപ്പം ഉണ്ടാകുമെന്നും എ രാജ പറഞ്ഞു. ദേവികുളം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് എ രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആര്യയ്ക്ക് മുൻപാകെ എത്തിയാണ് അഡ്വക്കേറ്റ് എ രാജ പത്രിക സമർപ്പിച്ചത്. നിരവധിയായ LDF പ്രവർത്തകരും നേതാക്കൾക്കും ഒപ്പമെത്തിയാണ് രാജ പത്രികാ സമർപ്പണം നടത്തിയത്. സംസ്ഥാനത്ത് ഇടത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും ദേവികുളം മണ്ഡലം അതിനൊപ്പമുണ്ടാകുമെന്നും എ രാജ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ജനങ്ങളോട് വാഗ്ദാനങ്ങൾ മാത്രമല്ല, ആ വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ജനങ്ങളോട് ഞങ്ങളെ സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ദേവികുളം ടൗണിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായിട്ടായിരുന്നു എ രാജ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തിയത്. തുടർച്ചയായ 5ാം തവണയും മണ്ഡലത്തെ ഇടത്തോട്ട് ചേർത്ത് നിർത്താമെന്നാണ് LDFന്റെ പ്രതീക്ഷ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും MLA എന്ന നിലയിൽ എ രാജയ്ക്ക് ആളുകളോടുള്ള മുഖപരിചയവും മണ്ഡലത്തിൽ വോട്ടാക്കി മാറ്റാമെന്ന് LDF നേതൃത്വം കണക്കുകൂട്ടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.